ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ആണ്. ഇന്നത്തെ ഹെയർ സ്റ്റൈൽ എടുക്കുന്നത് പോണിറ്റെയിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ തീർച്ചയായിട്ടും കാണുക. കണ്ടിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ്റെ ബട്ടൺ കൂടിയിട്ട് അത് കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാലോ. അപ്പോൾ ഈ 3 പോണിറ്റെയിൽ ഹെയർ സ്റ്റൈൽസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ കുറച്ച് മുടി എടുത്തിട്ട് സൈഡിൽ ഇങ്ങനെ ഒന്നൊരു ബ്രെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബ്രെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് 3 മടച്ചിലാണ്. നമുക്ക് ഒന്നല്ലെങ്കിൽ 4 മടച്ചിലായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫിഷ് ടെയിലായിട്ട് ചെയ്യാനോ അത് ഏത് ബ്രെയ്ഡായിട്ട് നമുക്ക് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് ഈസി എന്താണ് 3 മടച്ചിലാണല്ലേ. അപ്പോൾ അത് മാത്രമായിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് പലതരത്തിലുള്ള പോണിറ്റെയിലായിട്ട് നമ്മളിതിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സൈഡിലേക്ക് ആയിട്ട് തന്നെ നമ്മളിങ്ങനെ മുടി ഇങ്ങനെ മെടഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മുടിയുടെ അവസാനം വരെ ആയിട്ടൊന്ന് മെടഞ്ഞു കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ബാക്കിലേക്ക് ഇതിങ്ങനെ വെക്കുന്നുണ്ട്. വെച്ചിട്ട് സാധാരണ രീതിക്ക് തന്നെ നമ്മളൊന്ന് ബാക്കിലേക്കായിട്ടൊന്ന് മുടി ചീകി കൊടുത്തിട്ട് ഒരു ലോ ബണ്ണായിട്ട് നമ്മളതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ലോ പോണിറ്റെയിലായിട്ടാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെടഞ്ഞ മുടി നമ്മൾ നന്നായിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടി ഒരു സ്ലൈഡും കൂടി കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ലോ പോണിറ്റെയിലായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് മുടിയും അതുപോലെ മെടഞ്ഞ മുടി ഉണ്ടല്ലോ, ആ ഭാഗം കൂടി കുറച്ചായിട്ട് ഒന്ന് ഫ്രണ്ടിലേക്കായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്, ഒരു ഭാഗം ബ്രെയ്ഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഫ്രണ്ടിലേക്കായിട്ട് അതിൻ്റെ ബ്രെയ്ഡ് ചെയ്തതും കുറച്ച് മുടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സൈഡാണെങ്കിൽ പ്ലെയിൻ ആയിട്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്യൂട്ടായിട്ട് തോന്നുന്നില്ലേ? ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അതുപോലെ തന്നെ നന്നായി പ്രസൻറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി കാണിക്കുന്നത് രണ്ടാമത്തെ ഹെയർ സ്റ്റൈലാണ്. രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ ഇതേ മെടച്ചിൽ തന്നെ നമ്മളവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള മുടി ഉണ്ടല്ലോ അതിനെ നന്നായിട്ട് ചെയ്യിട്ട് ഹൈ പോണിറ്റെയിലായിട്ട് ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. കണ്ട, ഇത്ര ഹൈറ്റിൽ എടുത്തിട്ടുണ്ട് കേട്ടോ മുടീനെ. എന്നിട്ട് അതിന് ഒന്നൊരു ബണ്ണിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ തിൻ ഹെയർ ആയിട്ട് ഉള്ള കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി നമുക്ക് മുടിയിൽ ചെയ്യണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ സാധാരണ പോണിറ്റെയിലിനേക്കാളും നല്ലത് ഇതുപോലെയൊക്കെ ഒരു ബ്രെയ്ഡ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ഭംഗിയായിട്ട്. എന്നിട്ട് ഈ മെടഞ്ഞ ഭാഗം ഉണ്ടല്ലോ അതൊന്നും ഇങ്ങനെ മുകളിലേക്കായിട്ട് എടുത്തിട്ട് ഈ മെടഞ്ഞ ഭാഗത്തിനെ കൊണ്ട് തന്നെ ആ ബണ്ണ് ഇങ്ങനെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമ്മളതൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അവിടെ ഒരു സ്ലൈഡ് കുത്തി കൊടുക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് തന്നെ സ്ലൈഡൊക്കെ കുത്തി കൊടുക്കുക കേട്ടോ. ഓക്കെ, കണ്ട ഇതെങ്ങനെയുണ്ട്? ഇങ്ങനെ സൈഡിലേക്കായിട്ട് ഇങ്ങനെ മെടഞ്ഞിട്ട് നമ്മളത് കറക്റ്റായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് എടുത്തേക്കാണ്. അപ്പോൾ ഫസ്റ്റ് കാണിച്ച ഹെയർ സ്റ്റൈലിൽ നിന്നും ഒരുപാട് വ്യത്യാസമായിട്ടാണ് രണ്ടാമത്തെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു ക്യൂട്ടായിട്ട് നമുക്കത് അട്രാക്റ്റീവ് ആയിട്ട് ചെയ്യാനും പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഏത് ഡ്രസ്സിൻ്റെ കൂടെ നമുക്കിത് മാച്ച് ആവുന്ന ഒരു ഹെയർ സ്റ്റൈലും കൂടിയാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സെയിം തന്നെ ആ ബ്രെയ്ഡ് നമ്മളവിടെ ഇങ്ങനെ സൈഡിലേക്കായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള മുടിനെ അപ്പുറത്തെ സൈഡിലേക്കായിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ബണ്ണിട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ബാക്കിയുള്ള ബ്രെയ്ഡ് ചെയ്ത മുടി ഉണ്ടല്ലോ ആ മുടീനെ ഇതേ നമ്മൾ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ ചെയ്ത അതേ പാറ്റേൺ തന്നെ ഇവിടെ യൂസ് ചെയ്യാണ്. ഈ ബണ്ണ് കാണാത്ത രീതിയിൽ തന്നെ നമ്മൾ ആ ബ്രെയ്ഡ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ സൈഡായിട്ടൊന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുവാണ്. അപ്പോൾ പോണിറ്റെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ. ഓക്കെ, അതിന് ശേഷം നമ്മളവിടെ സ്ലൈഡ് കുത്തി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. 3 ടൈപ്പായിട്ടുള്ള പോണിറ്റെയിലാണ്. കോമൺ ആയിട്ട് വരുന്ന ബ്രെയ്ഡ് മാത്രമാണ്. കണ്ടില്ലേ, എല്ലാ മുടിയും കൂടി ഫ്രണ്ടിലേക്ക് ഇടുമ്പോൾ ആ ബ്രെയ്ഡും കൂടി സെൻറ്ററിലേക്ക് വരുമ്പോൾ ആ ഒരു ഭംഗി അതൊരു വേറെ തന്നെയാണ്. ഒരു ബ്രെയ്ഡ് വെച്ചിട്ട് 3 തരത്തിലുള്ള പോണിറ്റെയിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എന്തായാലും എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. ഒരുപാട് ഹെയർ സ്റ്റൈൽസിൻ്റെ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനി വരും എപ്പിസോഡിൽ കാണാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും കാണാം അടുത്ത വീഡിയോയിൽ.
അതുവരെയും ബൈ ബൈ.